ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. അപ്പോൾ നമ്മൾ LDC ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. അപ്പം 100 ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് പ്രാചീന കേരളമാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആരണ്യകം ഏതാണ്? ഐതരേയ ആരണ്യകം ആണ് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആരണ്യകം. ഐതരേയ ആരണ്യകം. അടുത്ത ചോദ്യം, കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കാളിദാസ കൃതി ഏതാണ്? രഘുവംശമാണ് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കാളിദാസ കൃതി. എടയ്ക്കൽ ഗുഹ, വയനാട് ജില്ലയിലെ എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? അമ്പുകുത്തി മലയിലാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. മഹാശിലയുഗ സ്മാരകത്തിന് ഭാഗമായ മുനിയറകൾ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? മറയൂർ താഴ്വരയിൽ നിന്നാണ് മഹാശിലായുഗ സ്മാരകത്തിന് ഭാഗമായ മുനിയറകൾ കണ്ടെത്തിയത്. അടുത്ത ചോദ്യം, കേരളത്തിന്റെ ചരിത്രരേഖകളിൽ ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഇംഗ്ലണ്ടാണ് കേരളത്തിന്റെ ചരിത്രരേഖകളിൽ ഷീമ എന്നറിയപ്പെടുന്ന. പ്രാചീന കാലത്തെ മൃതാവശിഷ്ടങ്ങൾ അടക്കം ചെയ്ത വലിയ മൺഭരണികളുടെ പേരെന്താണ്? നന്നങ്ങാടി എന്നാണ് പ്രാചീന കാലത്തെ മൃതാവശിഷ്ടങ്ങൾ അടക്കം ചെയ്ത വലിയ മൺഭരണിയുടെ പേര് നന്നങ്ങാടികൾ. അടുത്ത ചോദ്യം, കേരളപ്പഴമ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട് ആണ് കേരളപ്പഴമ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. പ്രാചീന കാലത്ത് മധുര ആസ്ഥാനമായി നിലനിന്ന പണ്ഡിത സഭയുടെ പേരെന്താണ്? സംഘം എന്നതാണ് പ്രാചീന കാലത്ത് മധുര ആസ്ഥാനമായി നിലനിന്ന പണ്ഡിത സഭയുടെ പേര്. സംഘകാലത്തെ പ്രധാന ആരാധനാ മൂർത്തി ആരാണ്? മുരുകനാണ് സംഘകാലത്തെ പ്രധാന ആരാധനാമൂർത്തി. സംഘകാലത്തെ പ്രധാന യുദ്ധദേവതയോ? കൊറ്റവൈ അഥവാ ദ്രാവിഡ ദുർഗയാണ് സംഘകാലത്തെ പ്രധാന യുദ്ധദേവത. ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, തമിഴ് വ്യാകരണത്തിനെ കുറിച്ചുള്ള ഗ്രന്ഥം ഏതാണ്? തമിഴ് വ്യാകരണത്തെ കുറിച്ചുള്ള ഗ്രന്ഥമാണ് തൊൽക്കാപ്പിയം. ഏറ്റവും പഴയ സംഘകാല കൃതിയും തൊൽക്കാപ്പിയം ആണ്. വൈഗാ നദിയുടെ തീരത്ത് മധുരദേശത്ത് രൂപം കൊണ്ട പണ്ഡിത സഭയാണ് സംഘം. അപ്പൊ നേരത്തെ പറഞ്ഞിരുന്നു പണ്ഡിത സഭയാണ്. ഏത് നദിയുടെ തീരത്താണ്? വൈഗാ നദിയുടെ തീരത്താണ്. സംഘകാലത്തെ പ്രധാന തുറമുഖം ഏതാണ്? മുസിരിസ് അഥവാ കൊടുങ്ങല്ലൂരാണ് സംഘകാലത്തെ പ്രധാന തുറമുഖം. അടുത്ത ചോദ്യം, സംഘകാലത്ത് നിലനിന്നിരുന്ന പ്രധാന നാണയങ്ങൾ ഏതൊക്കെയാണ്? ദീനാരവും കാണവും ആണ് സംഘകാലത്ത് നിലനിന്നിരുന്ന പ്രധാന നാണയങ്ങൾ. സംഘകാലത്തെ ജൈന മതത്തിന്റെയും ജൈന വിജ്ഞാനത്തിന്റെയും ആസ്ഥാനം തൃക്കണ്ണാമതിലകമാണ്. അപ്പൊ സംഘകാലത്തെ ജൈന മതത്തിന്റെയും ജൈന വിജ്ഞാനത്തിന്റെയും ആസ്ഥാനം എവിടെയാണ്? തൃക്കണ്ണാമതിലകമാണ്. ബുദ്ധമതം കേരളത്തിൽ പ്രചരിച്ച കാലഘട്ടം സംഘകാലഘട്ടമാണ്. അപ്പൊ സംഘകാലഘട്ടത്തിലാണ് ബുദ്ധമതം കേരളത്തിൽ പ്രചരിച്ചത്. അടുത്ത ചോദ്യം, സംഘകാല സാഹിത്യത്തിലെ പ്രധാന ഭാഷ ഏതായിരുന്നു? തമിഴായിരുന്നു സംഘകാല സാഹിത്യത്തിലെ പ്രധാന ഭാഷ. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്ത ചോദ്യം, സംഘം എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം കൂട്ടം എന്നാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യം തന്നെയാണ്. സംഘം, കൂട്ടം. സംഘകാല കവയത്രികളിൽ ഏറ്റവും പ്രശസ്ത ആരായിരുന്നു? ഔവയാർ ആയിരുന്നു സംഘകാല കവയത്രികളിൽ ഏറ്റവും പ്രശസ്ത. ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി. മധുരൈ കാഞ്ചിയാണ് ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏതാണ്? പതിറ്റുപത്ത്. അപ്പൊ കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി പതിറ്റുപത്ത്. ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി മധുരൈ കാഞ്ചി. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കാളിദാസ കൃതി ഏതാണ്? രഘുവംശമാണ് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കാളിദാസ കൃതി. അപ്പൊ ഓണത്തെക്കുറിച്ച് മധുരൈ കാഞ്ചി, കേരളത്തെക്കുറിച്ച് പതിറ്റുപത്ത്. പിന്നെ കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കാളിദാസ കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രഘുവംശമാണ്. പ്രധാന സംഘകാല കൃതികൾ ഏതൊക്കെയാണ്? മണിമേഖല, ചിലപ്പതികാരം, പതിറ്റുപത്ത്, അകനാനൂറ്, പുറനാനൂറ്, മധുരൈ കാഞ്ചി, തൊൽക്കാപ്പിയം, എട്ട് തൊക്കൈ, ജീവക ചിന്താമണി.
അപ്പം ഇത്രയാണ് പ്രധാന സംഘകാല കൃതികൾ. അടുത്ത ചോദ്യം, തമിഴ് ഇലിയഡ് എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? ചിലപ്പതികാരമാണ് തമിഴ് ഇലിയഡ് എന്നറിയപ്പെടുന്ന കൃതി. തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്ന കൃതിയോ? മണിമേഖല. ഇത് ഒരു കൺഫ്യൂസിങ് ഫാക്റ്റും കൂടെയാണ്, അതുകൊണ്ട് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. തമിഴ് ഇലിയഡ് എന്നറിയപ്പെടുന്നത് ചിലപ്പതികാരവും തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്നത് മണിമേഖലയും ആണ്. മണിമേഖല രചിച്ചത് ആരാണ്? സാത്തനാർ ആണ് മണിമേഖല രചിച്ചത്. അപ്പൊ മണിമേഖല രചിച്ചത് ആരാണ്? സാത്തനാർ. തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? തിരുക്കുറൽ ആണ്. തിരുവള്ളുവർ രചിച്ച തിരുക്കുറൽ ആണ് തമിഴ് ബൈബിൾ. അപ്പൊ തമിഴ് ഇലിയഡ് ചിലപ്പതികാരം, തമിഴ് ഒഡീസി മണിമേഖല, തമിഴ് ബൈബിൾ തിരുക്കുറൽ. തൊൽക്കാപ്പിയം രചിച്ചത് ആരാണ്? തൊൽക്കാപ്പിയാർ ആണ്. അടുത്ത ചോദ്യം, യവനപ്രിയ എന്നറിയപ്പെടുന്നത് കുരുമുളക്. അപ്പൊ യവനപ്രിയ എന്നറിയപ്പെടുന്നത് എന്താണ്? കുരുമുളകാണ്. സംഘകാലത്ത് ഏറ്റവും അധികം വ്യാപാര ബന്ധമുണ്ടായിരുന്ന വിദേശ രാജ്യമായിരുന്നു റോം. അപ്പൊ സംഘകാലത്ത് ഏറ്റവും അധികം വ്യാപാര ബന്ധമുണ്ടായിരുന്ന വിദേശ രാജ്യം ഏതായിരുന്നു? റോം ആയിരുന്നു. സംഘകാലത്തെ പ്രമുഖ കവികൾ ആരൊക്കെയാണ്? കപിലരും പരണരുമാണ് സംഘകാലത്തെ പ്രമുഖ കവികൾ. കപിലർ, പരണർ. മധുരൈ കാഞ്ചി രചിച്ചത് മാങ്കുടി മരുതനാർ. അപ്പൊ മധുരൈ കാഞ്ചി രചിച്ചത് ആരാണ്? മാങ്കുടി മരുതനാർ ആണ്. ഓണത്തെ കുറിച്ച് പരാമർശിക്കുന്ന കൃതിയാണ് മധുരൈ കാഞ്ചി. കുണ്ടലകേശി രചിച്ചത് ആരാണ്? നാഗകുത്തനാർ ആണ് കുണ്ടലകേശി രചിച്ചത്. നാഗകുത്തനാർ. അപ്പം ഈ സ്ലൈഡ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലേക്ക് പോകാം. ജീവക ചിന്താമണി രചിച്ചത് തിരുതക്കത്തേവറാണ്. അപ്പൊ ജീവക ചിന്താമണി രചിച്ചത് ആരാണ്? തിരുതക്കത്തേവറാണ്. ബുദ്ധമത പ്രചാരണത്തെ കുറിച്ച് വിവരിക്കുന്ന സംഘകാല കൃതിയാണ് മണിമേഖല. അപ്പൊ ബുദ്ധമത പ്രചാരണത്തെ പറ്റി വിവരിക്കുന്ന സംഘകാല കൃതി ഏതാണ്? മണിമേഖലയാണ്. ആയി രാജവംശ സ്ഥാപകൻ ആരാണ്? ആയി അന്തിരൻ ആണ് ആയി രാജവംശ സ്ഥാപകൻ. ആയി രാജവംശത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതായിരുന്നു? കണിക്കൊന്നയായിരുന്നു ആയി രാജവംശത്തിലെ ഔദ്യോഗിക പുഷ്പം. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശമായിരുന്നു ആയി രാജവംശം. അപ്പൊ ആയി രാജവംശത്തെ പറ്റി ഈ 3 ചോദ്യങ്ങളും ഓർത്തിരിക്കുക. ആയി രാജവംശത്തിന്റെ സ്ഥാപകൻ ആയി അന്തിരൻ, ആയി രാജവംശത്തിലെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന, ദക്ഷിണ കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം ആയി രാജവംശം. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ആയി രാജവംശത്തിലെ ആദ്യ തലസ്ഥാനമായിരുന്നു പൊതിയൻമലയിലെ ആയിക്കുടി. അപ്പൊ ആയി രാജവംശത്തിലെ ആദ്യത്തെ തലസ്ഥാനം ഏതായിരുന്നു? പൊതിയൻമലയിലെ ആയിക്കുടിയായിരുന്നു. പിൽക്കാല തലസ്ഥാനം വിഴിഞ്ഞമായിരുന്നു. അപ്പൊ വിഴിഞ്ഞം ഏത് രാജവംശത്തിന്റെ പിൽക്കാല തലസ്ഥാനമായിരുന്നു? ആയി രാജവംശത്തിന്റെ. ആയി രാജാക്കന്മാരുടെ രാജകീയ മുദ്രയായിരുന്നു ആന. അപ്പൊ ആയി രാജാക്കന്മാരുടെ രാജകീയ മുദ്ര എന്തായിരുന്നു? ആനയായിരുന്നു. അവരുടെ പരദേവത ശ്രീ പത്മനാഭനായിരുന്നു. അപ്പൊ ആയി രാജവംശത്തിലെ പരദേവത ആരായിരുന്നു? ശ്രീ പത്മനാഭൻ. ആയി രാജവംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു വിക്രമാദിത്യ വരഗുണൻ. അപ്പൊ ആയി രാജവംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരി ആരായിരുന്നു? വിക്രമാദിത്യ വരഗുണനായിരുന്നു. ഈ സ്ലൈഡ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത് വിക്രമാദിത്യ വരഗുണനാണ്. അപ്പൊ കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വിക്രമാദിത്യ വരഗുണനാണ്. അവസാനത്തെ ആയി രാജാവും വിക്രമാദിത്യ വരഗുണനായിരുന്നു. വിക്രമാദിത്യ വരഗുണനെ കേരളത്തിലെ അശോകൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? MGS നാരായണൻ. അപ്പൊ വിക്രമാദിത്യ വരഗുണനെ കേരളത്തിലെ അശോകൻ എന്ന് വിശേഷിപ്പിച്ചത് MGS നാരായണൻ ആയിരുന്നു. ആയി രാജാക്കന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്ന വിക്രമാദിത്യ വരഗുണന്റെ ശാസനമാണ് പാലിയം ശാസനം. അപ്പൊ പാലിയം ശാസനം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വിക്രമാദിത്യ വരഗുണനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആയി രാജാക്കന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്ന ശാസനമാണ് പാലിയം ശാസനം. ദക്ഷിണ നളന്ദ എന്നറിയപ്പെട്ടിരുന്ന പ്രാചീന കേരളത്തിലെ പ്രശസ്തമായ വിദ്യാകേന്ദ്രമാണ് കാന്തള്ളൂർ ശാല. അപ്പൊ കാന്തള്ളൂർ ശാല അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ദക്ഷിണ നളന്ദ. കാന്തള്ളൂർ ശാലയുടെ സ്ഥാപകൻ കരുനന്തടക്കനായിരുന്നു.
ഹജൂർ ശാസനം പുറപ്പെടുവിച്ചതും കരുനന്തടക്കനാണ്. അപ്പൊ കാന്തള്ളൂർ ശാലയുടെ സ്ഥാപകൻ ആരായിരുന്നു? കരുനന്തടക്കനായിരുന്നു. ഹജൂർ ശാസനം പുറപ്പെടുവിച്ചതും ആരാണ്? കരുനന്തടക്കനാണ്. പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന കച്ചവട സംഘങ്ങൾ ഏതൊക്കെ? ഓർത്തു വെക്കുക, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് മണിഗ്രാമം, രണ്ടാമത്തത് അഞ്ചുവണ്ണം, മൂന്നാമത്തത് നാനാദേശികൾ, നാലാമത്തത് വളഞ്ചിയാർ. അപ്പോ മണിഗ്രാമം, അഞ്ചുവണ്ണം, നാനാദേശികൾ, വളഞ്ചിയാർ ഇവയൊക്കെ എന്താണ്? കച്ചവട സംഘങ്ങളാണ്. അപ്പൊ ഈ സ്ലൈഡ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തയിലേക്ക് പോകാം. സംഘകാലത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതികൾ എഴുതിയ വിദേശ സഞ്ചാരികൾ ആരൊക്കെയാണ്? മെഗസ്തനീസും പ്ലിനിയും ആണ് സംഘകാലത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതികൾ എഴുതിയ വിദേശ സഞ്ചാരികൾ. സംഘകാല കൃതികളിൽ ഏറ്റവും പഴയത് തൊൽക്കാപ്പിയോ ആണ്. അപ്പൊ സംഘകാല കൃതികളിൽ ഏറ്റവും പഴയത് ഏതാണ്? തൊൽക്കാപ്പിയോ ആണ്. തമിഴ് വ്യാകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയും തൊൽക്കാപ്പിയമാണ്. തമിഴ് വ്യാകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി ഏതാണ്? തൊൽക്കാപ്പിയമാണ്. സംഘകാല കൃതികളിൽ ഏറ്റവും പഴയതും ഏതാണ്? തൊൽക്കാപ്പിയമാണ്. ജൈനമതത്തെ പറ്റി പ്രതിപാദിക്കുന്ന സംഘകാല കൃതി ഏതാണ്? ചിലപ്പതികാരമാണ് ജൈനമതത്തെ പറ്റി പ്രതിപാദിക്കുന്ന സംഘകാല കൃതി. ചേരന്മാരുടെ ആസ്ഥാനം ഏതാണ്? വാഞ്ചിയാണേ. ഇപ്പൊ ചേരന്മാരുടെ ആസ്ഥാനം ഏതാണ്? വാഞ്ചി. ഓക്കെ, അടുത്തത് നോക്കാം. ആദ്യ ചേര രാജാവ് ഉദിയൻ ചേരലാതനായിരുന്നു. ആദ്യ ചേര രാജാവ്. വാനവരമ്പൻ എന്ന് വിശേഷണമുള്ള രാജാവും ഉദിയൻ ചേരലാതനാണ്. അപ്പോൾ ഉദിയൻ ചേരലാതനെ പറ്റി രണ്ട് ഫാക്ട് പഠിക്കാനുണ്ട്. ആദ്യ ചേര രാജാവ് ഉദിയൻ ചേരലാതൻ, വാനവരമ്പൻ എന്ന് വിശേഷണമുള്ള ചേര രാജാവും ആരായിരുന്നു? ഉദിയൻ ചേരലാതനായിരുന്നു. സംഘകാല കൃതിയായ ചിലപ്പതികാരത്തിൽ പരാമർശമുള്ള രാജാവാണ് ചെങ്കുട്ടവൻ. അപ്പോ സംഘകാല കൃതിയായ ചിലപ്പതികാരത്തിൽ പരാമർശമുള്ള രാജാവ് ആരാണ്? ചെങ്കുട്ടുവൻ. കടൽ പുറക്കോട്ടിയ എന്ന ബിരുദം നേടിയ ചേര രാജാവും ചെങ്കുട്ടുവനാണ്. അപ്പൊ ചെങ്കുട്ടുവനെ പറ്റി രണ്ട് ഫാക്ട് പഠിക്കാനുണ്ട്. ചിലപ്പതികാരത്തിൽ പരാമർശമുള്ള രാജാവ്, കടൽ പുറക്കോട്ടിയ എന്ന ബിരുദം നേടിയ ചേര രാജാവ്. ഇത് രണ്ടും ആരാണ്? ചെങ്കുട്ടുവൻ ആണ്. അടുത്ത ചോദ്യം, ഇമയവരമ്പൻ എന്ന ബിരുദം നേടിയ ചേര രാജാവാണ് നെടും ചേരലാതൻ. ഇമയവരമ്പൻ എന്ന ബിരുദം നേടിയ ചേര രാജാവ് ആരായിരുന്നു? നെടും ചേരലാതനായിരുന്നു. പതിറ്റുപത്ത് എന്ന സംഘകാല കൃതികൾ ആരെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ചേരന്മാരെ പറ്റി പ്രതിപാദിക്കുന്ന സംഘകാല കൃതിയാണ് പതിറ്റുപത്ത്. ആദ്യ ചേര രാജാവ് ഉദിയൻ ചേരലാതൻ, നേരത്തെ പറഞ്ഞു. ചേര രാജവംശത്തിലെ മഹാനായ രാജാവ് ചേരൻ ചെങ്കുട്ടവനായിരുന്നു. ഓർത്തിരിക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ചേര രാജവംശത്തിലെ മഹാനായ രാജാവ് ചേരൻ ചെങ്കുട്ടവൻ. കൊല്ലവർഷം ആരംഭിച്ച കുലശേഖര രാജാവായിരുന്നു രാജശേഖരവർമ്മൻ. അപ്പൊ കൊല്ലവർഷം ആരംഭിച്ച കുലശേഖര രാജാവ് ആരായിരുന്നു? രാജശേഖരവർമ്മനായിരുന്നു. ഏത് വർഷമാണ്? AD 825 അപ്പൊ ഈ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. AD 829 മാമാങ്കത്തിന് തുടക്കമിട്ട രാജാവും രാജശേഖരവർമ്മനായിരുന്നു. അപ്പൊ AD 829 മാമാങ്കത്തിന് തുടക്കമിട്ട രാജാവ് ആരായിരുന്നു? രാജശേഖരവർമ്മനായിരുന്നു. കേരള ചൂടാമണി എന്ന സ്ഥാനപ്പേര് ഉണ്ടായിരുന്ന കുലശേഖര രാജാവ് കുലശേഖര ആൾവാർ. ഓർത്തിരിക്കുക, കേരള ചൂടാമണി എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്ന കുലശേഖര രാജാവ് ആരായിരുന്നു? കുലശേഖര ആൾവാർ ആയിരുന്നു. ചേരമാൻ പെരുമാൾ നായനാർ എന്നറിയപ്പെട്ടിരുന്നത് എന്താണ്? ചേരമാൻ പെരുമാൾ നായനാർ എന്നറിയപ്പെട്ടിരുന്നത് രാജശേഖരവർമ്മനായിരുന്നു. രാജശേഖരവർമ്മനാണ് മാമാങ്കത്തിന് തുടക്കമിട്ടത്, കൊല്ലവർഷം ആരംഭിച്ചത്, പിന്നെ ചേരമാൻ പെരുമാൾ നായനാർ എന്നറിയപ്പെട്ടതും. കൊല്ലവർഷം രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ രേഖ ഏതാണ്? മാമ്പള്ളി ശാസനത്തിലാണ് കൊല്ലവർഷം രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടുള്ള ആദ്യ രേഖ. അതിരാജ എന്ന പദവി നേടിയ ആദി ചേര രാജാവ് നെടും ചേരലാതൻ. അപ്പൊ അതിരാജ എന്ന പദവി നേടിയ ആദി ചേര രാജാവ് ആരായിരുന്നു? നെടും ചേരലാതനായിരുന്നു. അപ്പോ ഇത്രയാണ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന പ്രാചീന കേരളത്തിലെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതിലെ ഒരു ക്വസ്റ്റ്യൻ പോലും വിട്ടുകളയാനില്ല. അപ്പൊ ഇത് പാർട്ട് 1 ആണ്. ഇനിയും ഉള്ള ഭാഗങ്ങളുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പൊ തുടർന്നും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്നായി പഠിക്കുക. വീണ്ടും കാണാം. താങ്ക്